ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ SCRT സീരീസിലെ 6ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. സയൻസിൻ്റെ 10ാമത്തെ ടോപ്പിക്കാണ് രൂപത്തിനും ബലത്തിനും. അപ്പോൾ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. ബയോളജി 6ാം ക്ലാസ്സിലൊക്കെ നമുക്ക് സയൻസ് എന്നുള്ള ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ ബയോളജി എന്നുള്ള നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ പറയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ചില ഡെഫിനിഷനൊക്കെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ കാര്യം ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും അതൊക്കെ. അപ്പോൾ ശരീരത്തിൻ്റെ പുറത്തുള്ള എന്താണ് ആവരണങ്ങളെ ബാഹ്യാസ്ഥികൂടം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞണ്ട്, അതേപോലെ എന്താണ് കൊഞ്ച്, അതേപോലുള്ള ഒത്തിരി ജീവികളെ കാണാം. ഇതിൻ്റെയൊക്കെ എന്താണ് ശരീരത്തിൻ്റെ പുറത്ത് ഒരു ആവരണം ഉണ്ടല്ലേ, ആ ആവരണത്തിന് വിളിക്കുന്ന പേരാണെന്ത്, ബാഹ്യാസ്ഥികൂടം അല്ലെങ്കിൽ എക്സോസ്കെൽറ്റൻ എന്ന് വിളിക്കും. ജസ്റ്റ് നിങ്ങൾക്കത് കിട്ടുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കേസിൽ അടുത്ത പറയാം കേട്ടോ. അതായത് പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണുള്ളത്. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ കേസ് എടുത്താൽ തന്നെ മതി അല്ലേ. നമ്മുടെ അസ്ഥികൂടങ്ങളൊക്കെ എന്താണ് ശരീരത്തിനുള്ളിലാണുള്ളത്. അവയെ ഈ ശരീരത്തിനുള്ളിലുള്ളത് എന്ത് വിളിക്കും, ആന്തരാസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ എൻഡോസ്കെൽട്ടൻ എന്നാണ് വിളിക്കുന്നത്. അതും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ ആമ, ചീങ്കണ്ണി, മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കാരണം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ കിട്ടാതെ പോകരുത്. ആമയ്ക്കും ചീങ്കണ്ണിക്കും മുതല തുടങ്ങിയ ജീവികൾക്ക് എന്തുണ്ട്, ആന്തരാസ്ഥികൂടമുണ്ട്, അതേപോലെ ബാഹ്യാസ്ഥികൂടമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുവരെ പറഞ്ഞതൊക്കെ ജസ്റ്റ് ചെറിയ ചെറിയ ഡെഫിനേഷൻസ് ആണ്. ഇനി അടുത്തത്, അസ്ഥികൾ ശരീരത്തിന് എന്ത് നൽകുന്നു, ആകൃതിയും ഉറപ്പും നൽകുന്നു അല്ലേ. നമ്മുടെ അസ്ഥികൾ അല്ലെങ്കിൽ എല്ലെന്ന് ഉദ്ദേശിക്കുന്നത്, എല്ലെന്ന് വിളിക്കുന്നത് നമുക്ക് ശരീരത്തിന് ആകൃതി നൽകുന്നുണ്ട്, അതേപോലെ നമുക്ക് ഉറപ്പും നൽകുന്നുണ്ട്. അവ ചലനത്തിനും സഹായിക്കുന്നുണ്ട്. നമ്മൾ ചലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അസ്ഥി ചലിച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇനി മനുഷ്യൻ്റെ അസ്ഥികൂടത്തിലാണ്, അസ്ഥികൂടത്തിൻ്റെ കേസുകളാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇവിടെ മുതൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബയോളജിയിൽ മനുഷ്യ ശരീരം എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട് അല്ല, സിലബസ് എടുത്തുവാണെങ്കിൽ. അപ്പോൾ അതിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഇതിൽ ടേബിളിലുള്ള കാര്യങ്ങളൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഒത്തിരി പ്രാവശ്യം മുമ്പേ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തലയോട്ടിയിൽ കീഴ്ത്താടിയെല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യം ഉള്ളത്. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള എല്ല് ഏതാണെന്ന് ചോദിക്കാം. അതേതാണ്, കീഴ്ത്താടിയെല്ലാണ്, കീഴ്ത്താടിയെല്ല്. ഇനി ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടിയെല്ലാണ്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനായ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണ്, കീഴ്ത്താടിയെല്ലാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ളത്. ഇനി അടുത്തത്, ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. പൊതിഞ്ഞു സൂക്ഷിക്കുന്നതാണ്. അതായത് വാരിയെല്ലുകൾക്കിടയിലാണ് എന്ത് വരുന്നത്, ശ്വാസകോശവും ഹൃദയമൊക്കെ വരുന്നത്. ഇനി അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. അതും ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. തുടയെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി കേട്ടോ. ഏറ്റവും വലിയ അസ്ഥിയാണ്. ഏറ്റവും ബലമുള്ള എല്ല് നമ്മൾ ഓൾറെഡി പഠിച്ചു, അതേതാണ്, കീഴ്ത്താടിയെല്ലാണ്, മുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇത് വലുതാണ്, വലുത് ഏതാണ്, തുടയെല്ലാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലുള്ള സ്റ്റേപ്പിസ് ആണ്. ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡായി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ചെവിക്കുള്ളിലെ അസ്ഥിയാണ് ഏറ്റവും ചെറിയ അസ്ഥി. ആ ചെറിയ അസ്ഥി വിളിക്കുന്ന പേരെന്താണ്, സ്റ്റേപ്പിസ്, സ്റ്റേപ്പിസ് എന്നാണ് വിളിക്കുക. അപ്പോൾ അത് ഓർത്തോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും അടക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ജനിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുട്ടി, ഒരു ബേബി ആയിരിക്കുന്ന സമയത്ത് ഏകദേശം 300 എല്ലുകൾ ഉണ്ടാവും. ആ പ്രായപൂർത്തിയാകുന്നതോടെ എന്ത് ചെയ്യും, ഈ പല എല്ലുകളും ഒന്നിച്ച് ചേരും. അങ്ങനെയാണ് 206 എല്ലായിട്ട് ചുരുങ്ങുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സും ഓർത്ത് വെക്കണേ. അതായത് ഒരു ന്യൂ ബോണിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശിശു ആയിരിക്കുന്ന ഒരു കുട്ടിയുടെ ശിശു കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലുകൾ 300ഉം, അതേപോലെ അതൊരു അഡൾട്ടായിട്ട് മാറുമ്പോൾ അല്ലെ, പ്രായപൂർത്തിയായിട്ട് മാറുമ്പോൾ അത് 206 എല്ലുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതും ഓർത്ത് വെക്കണം. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. 206 ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 206 ആണ്. ഇനി മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ പറയുന്ന തോതിലാണുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ശരിക്കും ടോപ്പിക്ക് പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട്. എന്തായാലും ഈ നമ്പേഴ്സ് SCRT തന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ പഠിക്കണം. ഒന്നാമത് തലയോട്. തലയോടിൽ 22 ആണുള്ളത്. തലയോട്ടിൽ 22 അസ്ഥികളാണല്ലോ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. വാരിയെല്ലിൽ 24 വാരിയെല്ല്. ഓക്കെ, 24 മണിക്കൂർ അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വാരിയെല്ല് 24 മണിക്കൂർ. ഇനി ഓരോ കാലിലും 30 വീതമാണ്. ഓരോ കാലിലും 30 വീതം. അരക്കെട്ടിൽ 2 നട്ടെല്ലിൽ 33 അതായത് ഓരോ കൈയിലും 32 വീതം വരുന്നുണ്ട്. ഇനി മാറല് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. മാറല് ഒരെണ്ണം മാത്രം. അപ്പോൾ ഇതിൽ എല്ലാം ഓർത്ത് വെക്കേണ്ടതാണ്. എന്നാൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുകയാണ്. 22 എന്തായാലും ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വാരിയൽ 24 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാറല്, ഒരു മാറല്
കാരണം ഈ എല്ലുകളൊക്കെ പേരുകൾ നമുക്ക് അല്ലാതെ തന്നെ പഠിക്കാൻ കേട്ടോ. അത് ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൽ നോക്കാം. ഇനി അടുത്തത് മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ് അല്ലെ. നിങ്ങൾ മൂക്കൊക്കെ ഒന്ന് പിടിച്ചു നോക്കി, നമുക്ക് മൃദുവായ അസ്ഥികളാണ്. അപ്പോൾ ഇവയെ വിളിക്കുന്ന പേരാണെന്ത്? തരുണാസ്ഥികൾ അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയും, തരുണാസ്ഥികൾ. അപ്പോൾ കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. തരുണാസ്ഥികളുടെ എണ്ണം കുട്ടികളിൽ കൂടുതലായിരിക്കും. അതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുക, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊന്നും നിങ്ങൾ എന്ത് ചെയ്ത് വൃത്തിക്ക് പഠിച്ചില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ കൺഫ്യൂഷൻ ആവും. എക്സാം ഹാളിലെത്തുമ്പോൾ കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. ഇനി പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥി സന്ധികളാണ്. അസ്ഥി സന്ധികളെ വിളിക്കുന്ന പേരെന്താ? ജോയിൻസ് അല്ലേ. നമ്മുടെ ജോയിൻസിന് നമ്മൾ കോമൺ ആയി പറയുന്നതാണ് നമ്മൾ തന്നെ. ജോയിൻസ് ആണ്, ജോയിൻസ് അല്ലെ കൈയിൻ്റെ ജോയിൻറ്റിൽ വേദന ഉണ്ട് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അത് തന്നെയാണ് ജോയിൻറ്റ്. അപ്പോൾ ജോയിൻറ്റിൽ നമുക്ക് സന്ധിയിൽ, ജോയിൻറ്റിൻ്റെ മലയാളം കേട്ടോ സന്ധി, അസ്ഥി സന്ധി. അതിൽ 3 ടൈപ്പാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ഗോളര സന്ധി, രണ്ടാമത്തെ വിജാഗിരി സന്ധി, മൂന്നാമത്തെ കീലസന്ധി. അപ്പോൾ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കണം. ഇത് ഏതൊക്കെ ശരീരഭാഗത്താണ് ഉള്ളതെന്നും അതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഗോളരസന്ധി, ഗോളം. അത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അത് ഗോളം, ഒരു ഗോളം ഒരു എന്താണ് സോക്കറ്റിൽ ഇട്ടതുപോലെ ഉണ്ടാവും അതിൽ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് തോളലും അതേപോലെ ഇടുപ്പലും. തോളൽ നിങ്ങൾ നോക്കിയാൽ തോളൽ നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു ബോളിൻ്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്ന പോലെയാണത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള ഒരു എന്താണ് സന്ധിയാണ് ഗോളര സന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഒരു ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നതിനോണ്ടാണ് ഇതിനെന്ത് പേര് പറഞ്ഞിരിക്കുന്നത്? ഗോളര സന്ധി അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സന്ധി എന്താണെന്ന് പഠിക്കണം, അത് ഏത് ശരീരഭാഗം, അതിൻ്റെ എക്സാമ്പിൾ പഠിക്കണം കേട്ടോ. ഇതിലുള്ള എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി തൽക്കാലത്തേക്ക്. കാരണം എല്ലാ സന്ധികളുടെ എക്സാമ്പിൾ ഒന്നും പഠിക്കണ്ട, ഇതിലുള്ളതേ ചോദിക്കാറുള്ളൂ നോർമലി. പിന്നെ അതിൻ്റെ പ്രത്യേകത പഠിക്കണം കേട്ടോ. പ്രത്യേകതയിൽ പ്രത്യേകിച്ച് ഇത് തന്നെ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതേതാണ്? ഗോളര സന്ധിയാണ്. അത് ഗോളമായതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് കൈ ചുറ്റും ഇങ്ങനെ ചുറ്റാം എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് വിജാഗിരി സന്ധി അല്ലെ ഹിഞ്ച് ജോയിൻറ്റ്. വിജാഗിരി സന്ധി ഉള്ളതാണ്, വിജാഗിരി പോലെ അല്ലേ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ട് താഴോട്ട് കൈമുട്ടും അതേപോലെ കാൽമുട്ടും. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇത് ഓർത്ത് വെക്കാന്ന് വെച്ചാൽ ഇത് കണക്റ്റായിട്ട് തന്നെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ബൈഹാർട്ടാക്കി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് മറന്നുപോകും. അപ്പോൾ വിജാഗിരി പോലെ വരുന്നത്, വിജാഗിരി നിങ്ങൾ ജനലിൻ്റെ ഒക്കെ വിജാഗിരി കണ്ടില്ല, ഒരു ഭാഗത്തേക്ക് തുറന്നിട്ട് ഇല്ലേ ജസ്റ്റ് അടക്കുക തുറക്കുക അങ്ങനെ മാത്രമേ പറ്റും. അപ്പോൾ വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതിനാണ് എന്ത് പറയുന്നത്? വിജാഗിരി സന്ധി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് കീലസന്ധി അല്ലെങ്കിൽ പിവോട്ട് ജോയിൻറ്റ്. അതായത് കഴുത്ത്, തലയോട് നട്ടലിൻ്റെ മുകൾ ഭാഗം ചേരുന്ന സ്ഥലമാണ് എന്ത്? കഴുത്ത്. ഈ കഴുത്താണ്, കഴുത്തിലുള്ള സന്ധിയാണ് ഇത് കീലസന്ധി. അതായത് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു. അതാണ് എന്ത്? കീലസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തുവെക്കുക. ഈ 3 സന്ധികളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുവെക്കേണ്ട 3 സന്ധികളാണ്. ഇനി അസ്ഥിഭംഗം, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇതൊക്കെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. അസ്ഥിഭംഗം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ശക്തമായ ആഘാതം ഏൽക്കുന്ന അസ്ഥി എന്ത് ചെയ്യും? പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളൽ ഉണ്ടാവുന്നതിനോ കാരണമാകും. അപ്പോൾ അസ്ഥി ഒടിയുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അല്ല, എല്ല് പൊട്ടും, അതാണ് അസ്ഥിഭംഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം മാറിപ്പോവും, പൊട്ടാതെ തന്നെ സ്ഥാനം മാറിപ്പോവും. ഇതിനാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത് കേട്ടോ. സ്ഥാനഭ്രംശം അത് കിട്ടുന്നതാണ്, ഏകദേശം കിട്ടുന്നതാണ്. ഇനി അടുത്തത്, ഇപ്പോൾ എല്ലൊക്കെ പൊട്ടി പോയാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? കയ്യിൽ ഒരു പലക പോലെ വെച്ചിട്ട് കൈ അനക്കാതെ വെക്കാൻ പറയും അല്ലേ. അതിനെ സ്പ്ലിൻറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങു പലയാണ് എന്ത്? സ്പ്ലിൻറ്റ്. അത് ഓർത്തോക്കണേ, ഒരു എന്താണ് ടേമാണ് സ്പ്ലിൻറ്റ് എന്നുള്ളത്. അപ്പോൾ കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്പ്ലിൻറ്റ് കെട്ടിവെക്കുന്നത്. ഇനി അസ്ഥികളുടെ കാഠിന്യം, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അസ്ഥികളുടെ കാഠിന്യമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോക്കണം. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം. ഇനി ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായതിനാലാണ്. മനസ്സിലല്ലേ? ചെറിയ കുട്ടികളിൽ കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായിരിക്കും, അതുകൊണ്ടാണ് അവരുടെ അസ്ഥികൾ എന്ത് ചെയ്യുന്നത്? ബലം കുറഞ്ഞിട്ട് കാണപ്പെടുന്നത്. യെസ്, ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ചാപ്റ്ററിൽ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും വേണമെങ്കിൽ ചോദിക്കാം, കാരണം സിലബസിലുള്ളതാണ്, മനുഷ്യ ശരീരം ഉള്ളതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നോക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അനി അടുത്ത, കാരണം സയൻസിൽ ഇത് കഴിഞ്ഞു കേട്ടോ. നമുക്ക് 6ാം ക്ലാസ് സയൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് 7ാം ക്ലാസ് സയൻസ് ആണുള്ളത്. നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ സയൻസ് പഠിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത സെഷനിൽ അടുത്തൊരു എന്ത് ചെയ്യാം ക്ലാസ്